ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അപ്പം തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ 2 സ്വാമിമാരുണ്ട്. ഇപ്പോൾ സുമേഷേട്ടനും മോനും സ്വാമിയാറായിട്ടുണ്ട്. മോൻ്റെത് കന്നിസ്വാമിയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാളും ഇന്നലെ എന്താ പറയുക വൃശ്ചിക 1-ാം തീയതി മാല ഇട്ടിട്ടിട്ട് അങ്ങനെ രാവിലെ തന്നെ ഞാൻ അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറിയത്. ഇന്ന് സാമ്പാറാണേ. മോന് ചോറ് കൊടുത്ത് വിടാമെന്ന് കരുതി. സാധാരണ രാവിലത്തെ ഭക്ഷണമാണല്ലോ കൊണ്ടുപോക്ക്. അപ്പോൾ ഇനി സ്വാമിയാകുമ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം മാറി മാറി കഴിക്കണമല്ലോ. ഒരു നേരം വെച്ചത് ഒരു അധികം നേരം എടുത്തിട്ട് കഴിക്കില്ലല്ലോ, അങ്ങനെയല്ല അല്ലേ. അപ്പോൾ രാവിലെ വെണ്ടക്ക ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. അങ്ങനെ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല, നല്ല ടേസ്റ്റ് കിട്ടും എന്നൊക്കെ കണ്ടുകൊണ്ട് അത് കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. കുക്കറിൽ കഷ്ണമൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങേൻ്റെ വറവ് ഇന്നലെ രാത്രി തന്നെ ഞാൻ രാഗി വെച്ചിട്ടുണ്ട്. കാരണം അത് രാവിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുമല്ലോ അത് തേങ്ങ വാടി വരണമെങ്കിൽ. അതുകൊണ്ട് രാത്രി തന്നെ അതിൻ്റെ പണി അങ്ങ് കഴിച്ചു. രാവിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ലേറ്റ് ആവുമല്ലോ. അങ്ങനെ തേങ്ങേൻ്റെ അരവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചോറിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ പുട്ടാണ്. പുട്ടിന് വേണ്ടത് ഗ്രീൻ പീസിൻ്റെ കറിയാണേ വെച്ച്. അതിൻ്റെ കൂടെ ഒരു കായ ഉപ്പേരിയുണ്ട്. സാമ്പാറിൻ്റെ അരവൊക്കെ അരച്ച് സാമ്പാർ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാൻ വെക്കണം. അതിൻ്റെ ഇടയിൽ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി അരവും കഷ്ണവും വെണ്ടയ്ക്കൊക്കെ ഇട്ട് ഇനി അത് പതക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടുന്ന് ചോറ് ഇങ്ങനെ ആകുന്നുണ്ട്. മോനിടക്ക് പറയുന്നുണ്ട് ചോറ് വേണ്ട, എനിക്ക് രാവിലത്തെ മതിയെന്ന്. ഞാൻ പറഞ്ഞു സ്വാമിയാണ് രാവിലത്തെ എല്ലാം പറഞ്ഞ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മോൾ എണീച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കർ ഒഴിഞ്ഞപ്പോൾ അതിൽ തന്നെ കായ് മുറിച്ചിട്ടിട്ട് വറവിനുള്ള കായാണ്. ഒന്ന് വേവിക്കാൻ വേണ്ടി ഒരു വിസിലിട്ടാൽ മതിയല്ലോ. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് അത് വേകാനുള്ള ഗ്യാസിൻ്റെ അത്രയും സമയം വേണ്ടല്ലോ. കുക്കറിലിട്ട് ഒരു വിസിൽ വെച്ച് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പാകത്തിലേക്ക് ഇട്ടു. അങ്ങനെ സാമ്പാർ ആയിട്ടുണ്ട്. സാമ്പാർ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അങ്ങനെ തേങ്ങ ഞാൻ രാഗി എടുക്കുന്നത് പിന്നെ രാവിലത്തെ ഗ്രീൻ പീസിനുള്ള കറിയാണ്. പിന്നെ പുട്ടിനുള്ള തേങ്ങയും വേണം. പുട്ടാണല്ലോ ഇന്ന് രാവിലെ ആക്കുന്നത്. കായ് വറവിനുള്ള ഒരു വിസിൽ വന്ന് അത് മാറ്റി വെച്ചപ്പോൾ ഞാൻ പുട്ടിൻ്റെ പാനി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് അപ്പോൾ ചൂടാകുമ്പോഴേക്കും പുട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ രാവിലെ എണീച്ചപ്പം തന്നെ ഒരു വെള്ളമെല്ലാം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി കുറച്ചുകൂടി വെള്ളം കുടഞ്ഞ് ഒന്ന് എന്താ പറയുക ഒന്ന് നനവ് ഇതാക്കി എടുക്കണം. നേരത്തെ വെച്ചതായതുകൊണ്ട് കുറച്ച് നാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് ആ പുട്ടും ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സ്വാമിമാർ അമ്പലത്തിലൊക്കെ പോയിട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം 6 മണി കഴിഞ്ഞിട്ട് 6:30 അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു സമയം. അപ്പോൾ സ്വാമിമാർക്ക് എത്തിയിട്ടുണ്ട്. 6 മണിയാണോ 6:30 ഞാൻ നോക്കിയിട്ടില്ല. ഏകദേശം ആ സമയം എത്തിയിട്ടുണ്ട്. അങ്ങനെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. ചോറ് ഒന്ന് എന്താ പറയുക അരിയിട്ട് ഒന്ന് ചോറൊന്ന് പതച്ചൊന്ന് ആവി വന്ന എടുത്ത പാട് ഞാനങ്ങ് എടുത്ത് താഴെ വെക്കും. കാരണം ഇനി അതായിരുന്നു വെന്തോളൂ. അത്രയും സമയമൊന്നും ഗ്യാസുമ്മേൽ വെക്കണ്ട. ഇൻഡക്ഷൻ എന്താ പറയുക ഇൻഡക്ഷൻ അല്ല റൈസ് കുക്കർ ഉണ്ടെങ്കിലും ഞാൻ അതിൽ വെക്കാറില്ല. എടുത്തങ്ങ് താഴെ മാറ്റി വെക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പാകം നോക്കിയിട്ട് ഈക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് ലാസ്റ്റ് ഒന്നുകൂടി വേണമെങ്കിൽ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം. അപ്പോൾ കായുപ്പേരിയും അതിൻ്റെ അരപ്പും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കായുപ്പേരിയിലുള്ള അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അങ്ങനെ അതിൽ ചേർത്ത് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അതിൽ നിന്ന് ചൂടാക്കിയെടുക്കും. അതാണ് കായ് വറവ്. ഇങ്ങനെ കായ് വറവ് കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെയുള്ള കായ് വറവ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയ്ക്ക് ഞാൻ രാവിലത്തെ പുട്ടിനുള്ള ഗ്രീൻ പീസിൻ്റെ കറിയിലൊക്കെ എല്ലാം ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റും മധുരക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടാണ് വെക്കാറ് ഞാൻ. അതാകുമ്പോൾ നല്ല മുഴുപ്പുണ്ടാവുക കറികൾക്കൊക്കെ. എന്ത് കറി വെച്ചാൽ രാവിലത്തെ കടലയാകട്ടെ ചെറുപയറാകട്ടെ എന്ത് വെക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കാറ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോയി ചോറിൻ്റെ പാകം നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ തേങ്ങരാകുന്നത് ഈ ഗ്രീൻ പീസിനുള്ള അരവാണ്. രാവിലത്തെ പുട്ടിനുള്ള ഗ്രീൻ പീസിനുള്ള അരവാണ്. പുട്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം കറി വേണമല്ലോ. അപ്പോൾ അത് നല്ലപോലെ അരവെടുത്തിട്ട് വെക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാലഡിനുള്ള കക്കിരിക്കയാണ് കൊത്തിയിടുന്ന തൈര് കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചടി അടിക്കുന്നതിന് പകരം ഞാൻ കരുതി സാലഡ് ആയി കൊടുക്കാം. അപ്പോൾ ഒരു കക്കിരീൻ്റെ പകുതി എടുത്തിട്ട് കുറച്ച് മുറിച്ചിട്ട് ലേശം ഉള്ളിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഉള്ളി ഒരു പച്ചമുളകെല്ലാം ഇട്ടതിന് ശേഷം ലേശം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോന് സുമേഷേട്ടന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ വെക്കുന്നുണ്ട്. അവൾ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഒരു കട്ടൻ ചായ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വേണം ചായ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരത്തെ മുറിച്ചിട്ട് വെച്ച കച്ചമ്പറിലേക്ക് ഞാൻ ലേശം തൈര് ഒഴിക്കുന്നുണ്ട്.
പച്ചടിയാക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് പുളിക്കും. അന്നേരമുള്ള ടേസ്റ്റ് മാത്രമല്ലേ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കരുതി ദിവസം ഇതുപോലെ ലേശം കച്ചമ്പറായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് ലേശം ഒന്ന് തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ ഏതായാലും കർട്ടനൊക്കെ ഒന്ന് മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് കരുതി. സൂര്യൻ അങ്ങനെ ഉദിച്ച് എന്താ പറയുക വെളിച്ചമായി വരുന്നത്രയേ ഉള്ളൂ. നല്ല പോലെ അങ്ങ് ഉദിച്ച് വന്നിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഉദിച്ച് വരുന്ന സമയത്ത് സൂര്യൻ്റെ വെളിച്ചം നമ്മളെ അകത്തേക്ക് ഇങ്ങനെ കയറി വരും, ഇങ്ങത്തോളം എത്തും. നല്ലൊരു വെളിച്ചം എത്താറുണ്ട്. ഇത് രാവിലെ 5 മണിക്ക് എണീച്ചാൽ കുളിക്കാറൊന്നുമില്ല. നേരെ അത്യാവശ്യം ചില സമയം 6 മണിക്കോ 7 മണിക്കോ ഒക്കെ എണീക്കുന്ന കക്ഷിയാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇപ്പം സ്വാമിമാരായ സ്ഥിതിക്ക് സ്വാമിമാർക്ക് രാവിലെ എണീക്കണം, കുളിക്കണം, രാവിലെ നല്ല വൃത്തിയിൽ തന്നെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് രാവിലെ എണീച്ചതും കുളി കഴിഞ്ഞതും ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നതും. പക്ഷേ സത്യത്തിൽ ഈ ഒരു എന്താ പറയുക നമ്മൾ രാവിലെയുള്ള ഈ കുളിയും പണിയും അടുക്കള കയറലൊക്കെ വളരെ സുഖകരമായ ഒരു പരിപാടിയാണ് കേട്ടോ. അത് എന്താ പറയുക മടിയായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഒരു കാലം ഉണ്ടായിരുന്നു 4:30 എണീച്ച് കുളിക്കാറില്ല, പക്ഷേ അടുക്കളയിൽ കയറി എല്ലാ ഭക്ഷണവും ഒരു 7 മണിയാകുമ്പോഴേക്കും എല്ലാം ഒരുക്കി പിടിച്ച് മോനെയും മാറ്റി എല്ലാം സ്കൂളിലൊക്കെ വിട്ട് ജോലിക്ക് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല. അതൊരു 1-1.5 കാലമായിരുന്നു. രാവിലെ 4:30 എണീക്കുക വേണം, സകല പണിയും കഴിഞ്ഞ് ജോലിക്ക് പോകുന്നത് മാത്രമല്ല ഒരുപാട് മാനസിക സംഘർഷങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചൊരു കാലമായിരുന്നു അത്. ഒരിക്കലും ഓർക്കല്ലേ എന്ന് കരുതും, പക്ഷേ ചില സമയം ഇതുപോലെ അങ്ങ് ഓർത്തു പോകും. സ്വാമി വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി. സ്വാമീൻ്റെ ചായയൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ ഏകദേശം റെഡി ആയിട്ട് അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.